വീണ ജന്മഗുണാണല്ലോ ജന്മഗുണം. വീണ വിജയൻ വീണ വിജയൻ വിഷയത്തിൽ ഉത്തരവില്ല. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. മാത്യു കുഴൽനാടൻ പറ്റിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിച്ചു, നികുതി വെട്ടിച്ചു. ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. മാത്യു കുഴൽനാടൻ മറുപടി ഇല്ലേ? സാമാന്യ ബോധം സാമാന്യ മര്യാദ ഇല്ലാത്തവന്മാരെയൊക്കെ ചർച്ചയ്ക്ക് വിടുന്നവരെ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. വീണ വിജയന്റെ സാമ്പത്തിക ഇടപാട് ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ടി കെ വിജയൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ശതകോടീശ്വരനായി എങ്ങനെയെന്ന് ചോദിക്കുമ്പോ ചോദ്യത്തില് ശതകോടീശ്വരൻ ശതത്തിന്റെ അർത്ഥമൊക്കെ താങ്കൾ പറഞ്ഞു. എന്റെ അറിവനുസരിച്ച് 100 കോടി എന്നാണ്. ആയിക്കൊള്ളട്ടെ, എങ്ങനെയായാലും 50 കോടി ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇവനൊക്കെ എങ്ങനെ ഇത്ര വലിയ പണക്കാരനായതെന്നും കൂടി പറയണ്ടേ? എവിടെയാണ് ഇതിന്റെ അഫിഡവിറ്റ് കൊടുത്തതെന്ന് പറയണ്ടേ? ഒന്നും പറയാതെ, കൃത്യമായി ഇത് പറയാതെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ നിങ്ങൾ പിണറായി വിജയനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ജനാധിപത്യ വിരുദ്ധം എന്ന് തോന്നണേ. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പോലും ജനാധിപത്യ വിരുദ്ധമാണ്. പരനാറിയെന്നും നികിഷ്ടജീവിയെന്നും കുലംകുത്തിയെന്നും പ്രദർശൂനിയെന്നൊക്കെ കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ വിളിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ കീലേരി അച്ചു എന്ന് പറഞ്ഞതിനെ കുറിച്ച് അച്ഛനെ വിളിക്കുന്നതാണെന്ന് ചോദിച്ചത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ അച്ഛനെ വിളിക്കുന്ന പരനാറി എന്നാണോ? നിങ്ങള് പിതൃശൂര്യൻ എന്നാണോ വിളിക്കുന്നത്? ഒന്ന് പറഞ്ഞു. CPM നേതാക്കന്മാര് പിണറായി വിജയൻ അച്ഛനെ വിളിക്കുന്നത് പരനാറി എന്നാണോ? അങ്ങനെയാണ് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇവിടെ അത്തരം അഭിപ്രായം ഒന്നും പറയുന്നത് ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോ മറുപടി പറയാനില്ലെങ്കിൽ മറുപടി പറയണം. ഇവിടെ വീണയ്ക്കും പിണറായി വിജയനും ഒക്കെ മറുപടി പറയാനില്ലാതെ വരുമ്പോ ഇത്തരത്തോളം വിവരം കെട്ട ആളുകളൊക്കെ ചർച്ചയ്ക്ക് വിട്ടുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? എന്ത് തോന്നിവാസം വിചാരിച്ച് ഇവിടെ വീണ വിജയൻ ഒരു വെറും ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർ മറുപടി പറയുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സം? അത്തരം ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് എന്തിനാ CPM സംസ്ഥാന സെക്രട്ടറി വക്കാലത്തിന് വന്ന് എന്തിനാ വന്നേ? വെറും ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർ മറുപടി പറയട്ടെ. നിങ്ങൾ എന്തിനാ വന്നേ? നിങ്ങൾ എന്തിനാ വീണ വിജയന് വേണ്ടിയിട്ട് എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് മറുപടി വേണ്ടേ? ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇടുക്കിയിലെ ഭൂമിയെ കുറിച്ച് പറഞ്ഞില്ലേ? ശാന്തംപാറയിലെ CPM ആഫീസിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മൂന്നാറിലെ CPM ആഫീസിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കേരളത്തിലെ CPM ആഫീസുകളുടെ അസ്ഥിഭാരം തോണ്ടിയാൽ പട്ടയവും ആധാരവും ഇല്ലാതെ കയ്യാറ്റ ഭൂമിയിൽ പണിതിരിക്കുന്ന മുഴുവൻ ഓഫീസുകളും തുറന്ന് പരിശോധിച്ചാൽ ഇവിടെ അറിയാം ഈ കേരളത്തിന്റെ പൊതുഭൂമി കൊള്ളയടിക്കുന്നത് CPM നേതൃത്വത്തിലാണെന്ന്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.